കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റത്തിന് വലിയ സംഭാവനകൾ നൽകിയ മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയനായ കുമാരനാശാനെ കുറിച്ച് ജോസഫ് മുണ്ടശ്ശേരി എഴുതിയ ആശാൻ കവിത ഒരു പഠനം എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് കവിയും സമൂഹജീവി. ആശാന്റെ കാവ്യ ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും വിലയിരുത്തുന്ന ലേഖനമാണിത്. യൂറോപ്പിൽ നടന്ന നവോത്ഥാന മുന്നേറ്റം അവിടുത്തെ കല, രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. ഇതിനെ തുടർന്ന് ഇന്ത്യയിലും കേരളത്തിലുമെല്ലാം സമാനമായ മുന്നേറ്റങ്ങളുണ്ടായി. കേരളത്തിൽ സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ചത് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ളവരായിരുന്നു. ഹിന്ദുക്കളിലെ സവർണ അവർണ സമുദായങ്ങൾക്കിടയിലും മറ്റു മതസ്ഥർക്കിടയിലും മാറ്റത്തിനായുള്ള ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങി. ഈ സമയത്താണ് കുമാരനാശാൻ കൽക്കത്തയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത്. സമൂഹമാറ്റത്തിന്റെ ദേശീയവും അന്തർദേശീയവുമായ ധാരകൾ കുമാരനാശാനെയും സ്വാധീനിച്ചു. കൽക്കത്തയിലും ബാംഗ്ലൂരിലും കേരളത്തിലും ആശാന് ജാതീയമായ വിവേചനത്തിന്റെ കയ്പുനീര് കുടിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് മുണ്ടശ്ശേരി പറയുന്നു. കേരളത്തിൽ സവർണരുടെ അധിക്ഷേപം കൂടാതെ സ്വന്തം ജാതിയിലുള്ളവരിൽ നിന്നും തിക്താനുഭവങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. കേരളത്തിൽ സാമൂഹിക പരിഷ്കാരത്തിന് മുൻപേ നടപ്പാക്കേണ്ടത് ജാതി വൈകൃതം ഇല്ലാതാക്കുകയാണെന്ന് ആശാൻ തിരിച്ചറിയുന്നു. മനുഷ്യ സാഹോദര്യത്തിന് അതാണ് ആദ്യം അത്യാവശ്യമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കവിയുടെ ഇത്തരം അനുഭവങ്ങൾ സ്വന്തം കൃതികളിലും തീവ്രതയോടെ പ്രതിഫലിക്കുന്നുണ്ടെന്ന് മുണ്ടശ്ശേരി നിരീക്ഷിക്കുന്നു. ചണ്ടാല ഭിക്ഷുകി, ദുരവസ്ഥ എന്നീ കാവ്യങ്ങൾ ആശാൻ പ്രധാനമായും ജാതി നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി എഴുതിയിട്ടുള്ളതാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ. ദുരവസ്ഥ എന്ന കാവ്യത്തിലെ ഈ വരികളിലൂടെ ഒരു ജനതയെ മുഴുവൻ ഉദ്ബോധിപ്പിക്കാൻ ആശാന് കഴിഞ്ഞു. ഈ കവിയുടെ താക്കീത് മലയാളിയുടെ സാമൂഹിക ജീവിതത്തിൽ ഇന്നും പ്രതിധ്വനിക്കുന്നു. ആശാന്റെ അത്ര പ്രധാനമല്ലാത്ത കൃതികളിൽ പോലും ജാതി നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കിയുള്ള പരാമർശങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. കുട്ടികൾക്കായി രാമായണ കഥ സംഗ്രഹിച്ചെഴുതുമ്പോൾ പോലും ജാതി വിരുദ്ധ നിലപാടുകൾ മുറുകെ പിടിക്കുന്ന കവിയെ മുണ്ടശ്ശേരി ആവേശത്തോടെ കണ്ടെടുക്കുന്നു. ഒരു തീയക്കുട്ടിയുടെ വിചാരം എന്ന കവിതയിൽ ജാതിമതങ്ങളുടെ പേരിൽ തമ്മിലടിക്കുന്നവർക്ക് എന്തിനാണ് സ്വരാജ്യം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. തീയക്കുട്ടിയുടെ ഈ ചോദ്യം കാരണം സ്വാതന്ത്ര്യ സമരത്തിനെതിരാണ് ആശാൻ എന്ന് പോലും പലരും സംശയിച്ചു. എന്നാൽ ജീവിച്ച കാലത്തിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങളിലുള്ള നിരാശയാണ് ആശാൻ ഇങ്ങനെ ചോദിക്കാൻ കാരണമെന്ന് മുണ്ടശ്ശേരി പറയുന്നു. കാലമേറെ കഴിഞ്ഞെങ്കിലും ജാതിമത വേർതിരിവുകൾ ഇന്നും നിലനിൽക്കുന്നതും സാധാരണക്കാരുടെ അവസ്ഥയിൽ വലിയ പുരോഗതിയൊന്നും വന്നിട്ടില്ല എന്നതും മുണ്ടശ്ശേരി കൂട്ടിച്ചേർക്കുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങളോട് വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്ന സ്വതന്ത്രവാദിയായ കവിയെ ആത്മാഭിമാനത്തിന്റെ അടയാളമായി അവതരിപ്പിക്കുകയാണ് മുണ്ടശ്ശേരി. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്നും പാടിയ കവിയുടെ സ്വാതന്ത്ര്യബോധത്തെ ചോദ്യം ചെയ്യുന്നതിൽ എന്ത് യുക്തിയാണുള്ളതെന്ന് മുണ്ടശ്ശേരി അത്ഭുതപ്പെടുന്നു. സ്വരാജ്യത്തിൽ ഒതുങ്ങുന്നതായിരുന്നില്ല ആശാന്റെ സ്വാതന്ത്ര്യബോധം. ഇന്ത്യയിലെ മനുഷ്യരുടെ സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹികവുമായ സ്വാതന്ത്ര്യമാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ആശാന്റെ സമരം സാമൂഹിക സ്വാതന്ത്ര്യത്തിനുള്ള പ്രക്ഷോഭണത്തിൽ ആരംഭിച്ചു എന്നേ ഉള്ളൂ. അതിനെ ദേശീയത്വ വിരുദ്ധ സമരമായി കണക്കാക്കാൻ കഴിയില്ല എന്നും മുണ്ടശ്ശേരി പറയുന്നു.